ഭീമനായ ഗോലിയാത്തിന്റെ മുൻപിൽ ബാലനായ ദാവീദ് കല്ലും കവണയുമായി നിന്ന ബൈബിൾ കഥ പോലെയാണ് ചാമ്പ്യൻസ് ലീഗിൽ ബോഡോ ഗ്ലിംറ്റിൻ്റെ മുന്നേറ്റം. 2026 തുടങ്ങും വരെ ചാമ്പ്യൻസ് ലീഗിൽ ഒറ്റ ജയം പോലുമില്ലായിരുന്നു ബോഡോയ്ക്ക്. കയ്യിലുണ്ടായിരുന്നത് വെറും 2 പോയിന്റ് മാത്രം. ഗോൾ ഡിഫറൻസ് -4. ഇംഗ്ലീഷ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയായിരുന്നു പുതുവർഷത്തിൽ ബോഡോയ്ക്ക് എതിരാളികളായി എത്തിയത്. സ്വന്തം തട്ടകമായ ആസ്മിറ സ്റ്റേഡിയത്തിൽ ഇത്തിരി കുഞ്ഞന്മാരായ ബോഡോ പെപ് ഗ്വാർഡിയോളയുടെ ടീമിനെ ഞെട്ടിച്ചു. അതും 1-നെതിരെ 3 ഗോളുകൾക്ക്. ചാമ്പ്യൻസ് ലീഗിൽ ബോഡോയുടെ ആദ്യ വിജയം അതൊരു അട്ടിമറി എന്ന ലേബലിൽ ഒതുങ്ങി. എന്നാൽ അതിലും വലുത് വരാനിരിപ്പുണ്ടായിരുന്നു. അടുത്ത കളി അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ മാഡ്രിഡിലെ മെട്രോപൊളിറ്റാനോ സ്റ്റേഡിയത്തിൽ. അട്ടിമറി അത്ഭുതത്തിന് വഴിമാറി. അലക്സാണ്ടർ സോർലോത്തിലൂടെ 15-ാം മിനിറ്റിൽ തന്നെ അത്ലറ്റിക്കോ ലീഡെടുത്തതാണ്. നോർവീജിയൻ ക്ലബിനെതിരെ ഗോൾ നേടുന്ന നോർവേക്കാരൻ എന്ന ബഹുമതിയോടെയാണ് സോർലോത്ത് മാഡ്രിഡിനെ മുന്നിലെത്തിച്ചത്. എന്നാൽ മത്സരത്തിന് അരമണിക്കൂർ പാകമെത്തിയപ്പോൾ ഫെഡറിക് ജോവോൾഡും 1 മണിക്കൂർ തികയും മുമ്പ് കാസ്പർ ഹോഗും മാഡ്രിഡിനെ നിശബ്ദമാക്കി. അടുത്തത് പ്രീ ക്വാർട്ടർ പ്ലേ ഓഫ്. എതിരാളികൾ കഴിഞ്ഞ തവണത്തെ ഫൈനലിസ്റ്റുകളായ ഇന്റർ മിലാൻ. സാൻസിറോ അട്ടിമറിക്കാരെ കാത്തിരുന്നു. അവരത് ആവർത്തിച്ചു. ജെൻസ് ഹോജും ഹക്കോൺ എവിജും ബോഡോയ്ക്കായി ഗോളടിച്ചപ്പോൾ ഇന്ററിന്റെ മറുപടി ബസ്റ്റോണിയിലൊതുങ്ങി. 75,817 സാൻസിറോ സ്റ്റേഡിയത്തിന്റെ കപ്പാസിറ്റി. ബോഡോയിലെ ആകെ ജനസംഖ്യയാകട്ടെ 42,831. അവരുടെ ഹോം ഗ്രൗണ്ടായ ആസ്മിറ സ്റ്റേഡിയത്തിന്റെ കപ്പാസിറ്റി ആവട്ടെ 8,270. രണ്ടാം പാദത്തിലേക്ക് എത്തുമ്പോൾ ചങ്കിടിപ്പ് മുഴുവൻ ഇന്ററിനായിരുന്നു. 3-1 തോൽവി ഏറ്റുവാങ്ങി ഇന്റർ തലതാഴ്ത്തി മടങ്ങിയപ്പോൾ ബോഡോ ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ പുതിയൊരു അധ്യായം എഴുതുകയായിരുന്നു. പലരും കീഴടക്കാൻ കഴിയാതെ പോയ ഗോലിയാത്തിനെ ദാവീദ് ഒറ്റയേറുകൊണ്ട് വീഴ്ത്തിയെന്ന പോലെ ബോഡോ ഗ്ലിംറ്റ് ചരിത്രത്തിന്റെ ഭാഗമായി. അങ്ങനെ ചാമ്പ്യൻസ് ലീഗ് നോക്കൌട്ട് ഘട്ടത്തിലെത്തുന്ന രണ്ടാമത്തെ മാത്രം നോർവീജിയൻ ടീമായി ബോഡോ മാറി. 1996-97 സീസണിൽ റോസൻബർഗ് ബോൾ ക്ലബ് അവസാന 16-ൽ ഇടം പിടിച്ച് ചരിത്രം സൃഷ്ടിച്ചിരുന്നു. പ്രീ ക്വാർട്ടറിൽ ബോർഡോയുടെ എതിരാളികളായി പോർച്ചുഗീസ് ടീം സ്പോർട്ടിംഗ് ലിസ്ബണെത്തി. പ്രതിരോധത്തിലൂന്നി തക്കം കിട്ടുമ്പോൾ ഗോളടിക്കുക എന്നതാണ് ജെറ്റിൽ നഡ്സൺ തൻ്റെ കുട്ടികൾക്ക് നൽകിയ നിർദ്ദേശം. ആദ്യ പാദം ബോഡോ സ്വന്തം ഗ്രൗണ്ടിൽ കളിച്ചു. എതിരില്ലാത്ത 3 ഗോളിന് പറങ്കി ക്ലബിനെ പറപ്പിക്കുകയും ചെയ്തു. ക്വാർട്ടർ ഫൈനൽ എന്ന ചരിത്ര നേട്ടം ഉറപ്പിച്ചാണ് ബോഡോ രണ്ടാം പാദത്തിനായി ലിസ്ബണിലെത്തിയത്. എസ്റ്റാഡിയോ ഹോസെ അൽവലാദയിൽ മിനിമം 4 ഗോളിനെങ്കിലും ജയിച്ചാൽ മാത്രമേ സ്പോർട്ടിങ്ങിന് സാധ്യതയുണ്ടായിരുന്നുള്ളൂ. സിറ്റിയെയും അത്ലറ്റിക്കോയെയും ഇന്റർ മിലാനെയും വീഴ്ത്തിയെത്തിയ ബോഡോയ്ക്ക് പക്ഷേ അവസാന 16-ലെ അവസാന പോരിൽ കാലിടറി. 5 എണ്ണം മഞ്ഞക്കുപ്പായക്കാരുടെ നെഞ്ചിലേക്കടിച്ച് സ്പോർട്ടിംഗ് UCL-ലെ ഏറ്റവും മികച്ച കംബാക്കുകളിലൊന്ന് നടത്തി. 3 ഗോളിൻ്റെ കടമുള്ളതിനാൽ ആദ്യ മിനിറ്റ് മുതൽ തന്നെ സ്പോർട്ടിംഗ് ബോഡോ ഗോൾ ഏരിയയിലേക്ക് ഇരച്ചെത്തിക്കൊണ്ടിരുന്നു. 2-ാം മിനിറ്റിൽ തന്നെ പോർച്ചുഗീസ് ടീം ലീഡ് എടുക്കേണ്ടതായിരുന്നു. അറൗജോ ഒറ്റയ്ക്ക് മുന്നേറി നൽകിയൊരു ക്രോസ് ട്രിൻകാവോ ഗോളിലേക്ക് വഴിതിരിച്ചെങ്കിലും നേരിയ വ്യത്യാസത്തിനാണ് പുറത്തു പോയത്. പിന്നീടും സുവാരസ് സംഘവും ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരുന്നു. തൊട്ടു പിന്നാലെ അറൗജോ തളികയിലെന്ന വണ്ണം നൽകിയൊരു പാസ് പെഡ്രോ ഗോൺസാലസിനും ഫിനിഷ് ചെയ്യാനായില്ല. 35-ാം മിനിറ്റിൽ ഗോൺസാലോ ഇനാസിയോയിലൂടെ സ്പോർട്ടിംഗ് ലീഡെടുത്തു. ട്രിൻകാവോയുടെ കോർണറിൽ നിന്നാണ് ഗോൾ പിറന്നത്. തൊട്ടു പിന്നാലെ ബോഡോയുടെ ഒരു ഗോൾ ശ്രമം ക്രോസ് ബാറിൽ തട്ടി മടങ്ങിയതോടെ ഇന്നത്തെ ദിനം നോർവീജിയൻ ക്ലബിൻ്റേതല്ലെന്ന് തോന്നിച്ചു. രണ്ടാം പകുതിയിൽ പെട്രോ ഗോൺസാൽവസിലൂടെയും ലൂയിസ് സുവാരസിലൂടെയും ഗോൾ നേടിയ സ്പോർട്ടിംഗ് സ്കോർ ഈക്വലാക്കി. അഗ്രിഗേറ്റ് 3-3. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക്. തുടക്കത്തിൽ തന്നെ ഗോളടിച്ച് അറൗജോ സ്പോർട്ടിങ്ങിനെ മുന്നിലെത്തിച്ചു. സമനിലയ്ക്കായുള്ള ബോഡോയുടെ ശ്രമങ്ങൾ റാഫേൽ നെൽ അവസാനിപ്പിച്ചു. അഗ്രിഗേറ്റ് 5-3. ചരിത്രത്തിലെ ഏറ്റവും മികച്ച തിരിച്ചുവരവുകളിലൊന്നുമായി സ്പോർട്ടിംഗ് ലിസ്ബൺ ക്വാർട്ടറിലേക്ക്. എതിരാളികൾ ആർട്ടറ്റയുടെ ആഴ്സണൽ. വൻ തോൽവിയിലും തലയുയർത്തി ബോഡോ ഗ്ലിംറ്റ് മടങ്ങി. പ്രീ ക്വാർട്ടർ വരെയുള്ള അവരുടെ ഈ യാത്ര തന്നെ സ്വപ്നതുല്യമായിരുന്നു. അതിശൈത്യം നേരിടുന്നൊരു കുഞ്ഞു നോർവേ നഗരം. 50,000-ൽ താഴെ മാത്രം ജനങ്ങൾ. കൊടുന്തണുപ്പായതിനാൽ ഫുട്ബോൾ സീസണ് നിയന്ത്രണമുണ്ട്. മാർച്ച് മുതൽ നവംബർ വരെയാണ് ലീഗ് നടക്കാറ്. ഈ വർഷം ബോഡോ ആകെ കളിച്ചത് 8 മത്സരങ്ങൾ. അതിൽ 6ഉം ചാമ്പ്യൻസ് ലീഗിൽ. കാലാവസ്ഥാ പരിമിതിയുള്ളതിനാൽ നാച്ചുറൽ ഗ്രൗണ്ടില്ല. ആർട്ടിഫിഷ്യൽ ടർഫിലാണ് ടീമിൻ്റെ പരിശീലനവും മത്സരവുമെല്ലാം. -°C ആണ് പൊതുവെ അവിടുത്തെ കാലാവസ്ഥ. പക്ഷേ പോരാട്ടച്ചൂടുകൊണ്ട് അവർ ആ തണുപ്പ് മറികടക്കും. പ്രീ ക്വാർട്ടറിൽ തോറ്റ് പുറത്തായൊരു ടീമിന് ഈ വിധം അംഗീകാരം കിട്ടുന്നത് അവരുടെ ആ പോരാട്ട വീര്യം കൊണ്ടുകൂടിയാണ്.